നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം. തകർന്നടിഞ്ഞ ഇടത് കോട്ടകൾ, 3 താമര വിരിഞ്ഞു. പുതുക്കാടിനെ നയിക്കാൻ വീണ്ടും KKR. 2853 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി വിജയം. ജില്ലയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി UDF. കൈപ്പിടിച്ച് ചാലക്കുടി, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഐതിഹാസിക വിജയം. LDFന്റെ ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു. അടിപതറി മന്ത്രിമാർ. BJPക്ക് 3 സീറ്റ്. കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ ആഞ്ഞടിച്ചൊരു കൊടുങ്കാറ്റ്. 5 ദശകത്തോളം ഇളക്കം തട്ടാതിരുന്ന തളിപ്പറമ്പും ഉരുക്കിൽ തീർത്ത പയ്യന്നൂരും ഉദുമയും തൃക്കരിപ്പൂരും അടക്കമുള്ള ചെങ്കോട്ടകൾ തകർന്ന് തരിപ്പണമായി. ആർത്തിരമ്പിയ ഭരണവിരുദ്ധ വികാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ആടിയുലഞ്ഞു. മന്ത്രിമാർ തോറ്റ് തുന്നം പാടി. തുടർച്ചയായ 10 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 102 സീറ്റോടെ UDF അധികാരത്തിലേക്ക്. 2021 99 സീറ്റുമായി അധികാര തുടർച്ച നേടിയ LDF 35ലേക്ക് കൂപ്പുകുത്തി. UDF തരംഗത്തിനിടയിലും 3 സീറ്റ് പിടിച്ച് BJP കരുത്തറിയിച്ചു. നിയമം തിരിച്ചുപിടിച്ച BJP ചരിത്രത്തിലാദ്യമായി ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും കാവിക്കൊടി പാറിച്ചു. സെഞ്ചുറിയടിച്ച് ഭരണത്തിലേറുമെന്ന VD സതീശന്റെ വാക്കുകളെ കേരളം അപ്പാടെ നെഞ്ചേറ്റിയ കാഴ്ചയാണ് ജനഹിതം പുറത്തു വന്നപ്പോൾ ദൃശ്യമായത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ LDF അപ്രത്യക്ഷമായി. മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജീവ്, MP രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചു റാണി, AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ, KB ഗണേഷ് കുമാർ എന്നിവർ തോറ്റു. പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് മത്സരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും പരാജയപ്പെട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹ്ലിയയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ഇതോടെ ചരിത്രത്തിലാദ്യമായി ലീഗിന് നിയമസഭയിൽ വനിതാ പ്രതിനിധിയായി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ട് വരെ പിന്നിലായിരുന്നു. 2021 50,123 വോട്ടുകൾക്ക് പിണറായി വിജയിച്ച മണ്ഡലമാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P പ്രസാദ്, GR അനിൽ, K രാജൻ എന്നിവർക്ക് മാത്രമാണ് മന്ത്രിമാരിൽ ജയിക്കാനായത്. 64 സീറ്റുകളോടെ കോൺഗ്രസ് സമീപകാലത്തെ മികച്ച പ്രകടനവും 22 സീറ്റുകളോടെ മുസ്ലിം ലീഗും അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടവും സ്വന്തമാക്കി. പാലായിലടക്കം തോറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വട്ടപൂജ്യമായപ്പോൾ ജോസഫിന്റെ കേരള കോൺഗ്രസ് 8 മത്സരിച്ച് 7 വിജയിച്ച് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടിയായി. CPI 17 നിന്ന് 9 ചുരുങ്ങി. 3 സീറ്റുകളോടെ RSPയും ഓരോ വീതം സീറ്റുകൾ നേടി കേരള കോൺഗ്രസ്, ജേക്കബ്, CMP പാർട്ടികളും വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സാന്നിധ്യമറിയിച്ചു. RJD കൂത്തുപറമ്പും KK രമ വടകരയും പാല മാണി സി കാപ്പനും നിലനിർത്തി. കനത്ത പരാജയത്തിനിടയിൽ G സുധാകരനടക്കമുള്ള വിമതർ നേടിയ വിജയം CPMന് കനത്ത തിരിച്ചടിയായി. പാർട്ടി കോട്ടകളിലായിരുന്നു വിമതരുടെ വിജയം. അമ്പലപ്പുഴയിൽ G സുധാകരനും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാസ്റ്ററുമാണ് UDF സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ചത്. ബേപ്പൂരിൽ PV അൻവറിന് ജയിക്കാനായില്ലെങ്കിലും റിയാസിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായി. അതേസമയം CPM ബന്ധം വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന് മത്സരിച്ച PK ശശിക്കും A സുരേഷിനും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. മലമ്പുഴയിൽ A സുരേഷ് 3ാം സ്ഥാനത്തായി. ഒറ്റപ്പാലത്ത് ശശി 25,000 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അരനൂറ്റാണ്ടിന് ശേഷം കാസർഗോഡും 20 വർഷത്തിന് ശേഷം കോഴിക്കോടും വിജയിക്കാനായി എന്നതും കോൺഗ്രസിന് ഇരട്ടി മധുരമാണ്. BJP വിട്ടെത്തിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിലും ഉദുമയിൽ K നീലകണ്ഠനും വിജയിച്ചു കയറി. കോഴിക്കോട് 5 സീറ്റുകളാണ് കോൺഗ്രസിന് നേടാനായത്. ഇതടക്കം ജില്ലയിലെ 13ൽ 12 സീറ്റുകളും UDFന് നേടാനായി. 2021 13ൽ 11 LDFനായിരുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ 2876 വോട്ടുകൾക്കും ചാത്തന്നൂരിൽ BB ഗോപകുമാർ 4012 വോട്ടുകൾക്കും കഴക്കൂട്ടത്ത് 265 വോട്ടുകൾക്കുമാണ് V മുരളീധരനും വിജയിച്ചത്. ഇലക്ഷൻ ഡെസ്ക് NCTV.
കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കാര്യം ഹൈക്കമാൻഡ് 2 ദിവസത്തിനകം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ. താൻ വനവാസത്തിന് പോകുമെന്ന് അഹന്തയുടെ ഭാഷയിൽ പറഞ്ഞിട്ടില്ല. തോറ്റാൽ വിരമിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏൽപ്പിച്ച ഉത്തരവാദിത്വം നടപ്പാക്കിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നും UDF ചർച്ചകൾ തുടങ്ങിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. UDF ഉജ്ജ്വല വിജയം നേടിയ സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സതീശൻ. ഉജ്ജ്വല വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദിയുണ്ടെന്നും 10,000-കണക്കിന് UDF പ്രവർത്തകർക്ക് വിജയം സമർപ്പിക്കുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തപ്പോൾ UDF-നെ തിരിച്ചുകൊണ്ടുവരുമെന്ന് ദേശീയ നേതൃത്വത്തിന് വാക്ക് നൽകിയിരുന്നു. അത് പാലിച്ചു. ഇത് കേരള മോഡലാണ്. മതേതര കേരളമാണ് വിധി എഴുതിയത്. പുതിയ തലമുറയുടെ ഭാവിയാണ് UDF. സംസ്ഥാനത്തെ 1ാം സ്ഥാനത്ത് എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത ജോലി ഞങ്ങൾ ചെയ്തത്. എന്താ ചെയ്തത്? എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാകണം, ബദൽ ഉണ്ടാകണമെന്ന് കരുതി ആരോഗ്യ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെല്ലാം ഞങ്ങൾ പഠനം നടത്തി, ഗ്രഹപാഠം ചെയ്തു. എന്നിട്ട് തയ്യാറാക്കിയ പദ്ധതികളാണ് പുതുയുഗ യാത്രയിൽ. ന്യൂ ഈറയാണ്, പുതിയ യുഗമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അത് ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. എനിക്ക് അഭിമാനമുണ്ട്, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഹർത്താലും ബന്ധും പോലും നടത്താതെയാണ് ഈ പ്രതിപക്ഷം ഈ വിജയം നേടിയെടുത്തത്. ഒരു ഹർത്താലും ബന്ധം നടത്താതെ. ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിലൊന്നായ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന് വിജയം. 2853 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് സിറ്റിംഗ് MLA KK രാമചന്ദ്രൻ തുടർ വിജയം നേടിയത്. KK രാമചന്ദ്രൻ 63,136 വോട്ടുകളും പ്രധാന എതിരാളികളായ UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് 60,283 വോട്ടും NDA സ്ഥാനാർത്ഥി പരമേശ്വരൻ A എന്ന നാഗേഷ് 28,018 വോട്ടുകളും നേടി. മണ്ഡലം പുനർനിർണയത്തിന് ശേഷം LDF മാത്രമാണ് ഇവിടെ വിജയിച്ചത്. 2011-ലും 2016-ലും C രവീന്ദ്രനാഥിനായിരുന്നു വിജയം. 2016-ൽ 38,478 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയുമായി. 2021-ൽ രവീന്ദ്രനാഥ് മാറി നിന്നിട്ടും KK രാമചന്ദ്രൻ 27,000-ന് മുകളിൽ ഭൂരിപക്ഷം ഇവിടെ നേടിയിരുന്നു. ആ കരുത്തിൽ സിറ്റിംഗ് MLA KK രാമചന്ദ്രൻ ഇത്തവണയും കളത്തിൽ ഇറങ്ങിയപ്പോൾ LDF പുതുക്കാട് മണ്ഡലത്തിൽ ഉറച്ച പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പ്രധാന എതിരാളി കോൺഗ്രസ് ആണെങ്കിലും പുതുക്കാട് മണ്ഡലത്തിൽ NDA കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 34,000-ലേറെ വോട്ടുകൾ പിടിച്ചത് നിർണായകമായിരുന്നു. 2 വട്ടവും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച A നാഗേഷിനെ തന്നെ ഇത്തവണയും NDA മത്സരിപ്പിച്ചതോടെ മണ്ഡലത്തിലെ പോരാട്ടം കടുക്കുകയായിരുന്നു. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ KK രാമചന്ദ്രൻ തന്നെയായിരുന്നു മുന്നിൽ. എന്നാൽ ഭൂരിപക്ഷം കുറഞ്ഞു നിന്നത് LDF ക്യാമ്പുകളിൽ അങ്കലാപ്പുണ്ടാക്കി. 10, 11, 12 റൗണ്ടുകളിൽ UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് മുന്നിലെത്തിയത് കോൺഗ്രസ് ക്യാമ്പിനും ആവേശമായി. പിരിമുറുക്കത്തിനൊടുവിൽ 15, 16 റൗണ്ടുകളിൽ ലീഡ് തിരികെ പിടിച്ച് KKR വിജയിച്ച് കയറി. 2021-ൽ നേടിയ വോട്ടുകളേക്കാൾ 10,000 വോട്ടുകൾ കുറഞ്ഞതാണ് KKRന് ആശങ്കയായത്. അതേസമയം 2021-ൽ നേടിയ 46,012 വോട്ടിൽ നിന്ന് 60,283-ലേക്ക് എത്തി UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് കരുത്തു കാട്ടി. BJPക്കും 7,000-ഓളം വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത്. ഇലക്ഷൻ ഡെസ്ക് NCTV. പാർട്ടി പ്രവർത്തകർക്കും വോട്ടർമാർക്കും നന്ദി പറഞ്ഞ് KKR. ഭൂരിപക്ഷം കുറഞ്ഞതും സംസ്ഥാനത്ത് പാർട്ടിയുടെ വീഴ്ചയും പരിശോധിക്കും. കടുത്ത പോരാട്ടത്തിനൊടുവിൽ പുതുക്കാട് വിജയിച്ച് കയറിയപ്പോഴും സംസ്ഥാനത്ത് LDFന്റെ പരാജയം പ്രവർത്തകർക്ക് നിരാശയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് പുതുക്കാടിൻ്റെ KKR വിജയശ്രീലാളിതനായി നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഏതായാലും KKR ആണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ളത്. വലിയ ഒരു UDF തരംഗം സംസ്ഥാനത്ത് ഉണ്ടായി എന്ന് പറയുമ്പോഴും പുതുക്കാട് മണ്ഡലം ആടിയുലയാതെ കാക്കാൻ ഒരു കപ്പിത്താനെ പോലെ KKRന് കഴിഞ്ഞു. എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ? ഈ വിജയത്തിൽ വളരെ സന്തോഷമുണ്ട്. ഈ വിജയത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരുണ്ട്. അതോടൊപ്പം ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയവരുണ്ട്. പ്രവർത്തനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നൽകിയവരുണ്ട്, സഹകരിച്ചവരുണ്ട്. എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി എൻ്റെ സ്നേഹാഭിവാദ്യങ്ങളും നന്ദി അറിയിക്കുകയാണ്. ഈ വിജയം ഞാൻ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്.
ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല പ്രഖ്യാപനത്തിന് ശേഷം CPM-ൻ്റെ നേതാവായിട്ടുള്ള M. സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് അനർഹമായ ഒരു പരാജയമാണ് LDF-നുണ്ടായതെന്നാണ്. KK രാമചന്ദ്രൻ എങ്ങനെയാണ് ഈ ഒരു സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ഒരു വീഴ്ച, അത് എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു ഇതിനെ കാണുന്നത്? അല്ല, അത് നമുക്ക് തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങളുണ്ടാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിട്ടാണ് ഞങ്ങളത് പറയുക. LDF എന്ന രീതിയിൽ അത് കൂട്ടായി ചർച്ച ചെയ്ത് ഈ പരാജയത്തിനുണ്ടായ ഘടകങ്ങൾ എന്താണെന്ന് പരിശോധിക്കും. ഓരോ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഓരോ കക്ഷികളും അവരുടേതായിട്ടുള്ള പ്രത്യേകമായ പരിശോധനകൾ നടത്തും. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കാര്യങ്ങൾ വിശദമായി നമുക്ക് പറയാൻ കഴിയുക. ഇപ്പോൾ UDF നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച വികസന വാഗ്ദാനങ്ങളാണോ ജനങ്ങൾ സ്വീകരിച്ചത്, അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. എന്തായാലും ഇപ്പോൾ അവർക്ക് വിജയം ഉണ്ടായല്ലോ, അത് നമ്മൾ അംഗീകരിക്കുന്നു. നമുക്ക് കാത്തിരിക്കൂ. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടല്ലോ. ഇപ്പോൾ നാളെ തൊട്ട് KSRTC ബസ്സിലൊക്കെ സ്ത്രീകൾക്ക് ഫ്രീ ആണല്ലോ. അതൊക്കെ നമുക്ക് അധികം വൈകാതെ നമുക്ക് കാണാം. ഇത്രയും ഇപ്പോൾ മറ്റു കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ് പുതുക്കാട് മണ്ഡലത്തിൽ KKR തന്നെ കഴിഞ്ഞ 21-ൽ നേടിയ ഭൂരിപക്ഷം നമുക്ക് വളരെ കുറവ് ഭൂരിപക്ഷത്തിലേക്കാണ് ഇത്തവണ എത്തിയത്. വിജയം നിൽക്കുമ്പോഴും ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കാരണങ്ങൾ അതിന് കാണുന്നുണ്ടോ? അല്ല, ഭൂരിപക്ഷം നമ്മുടെ കേരളത്തിലെ ഒരുപാട് മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 60,000, 50,000, 40,000 ഉണ്ടായിടത്തും ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ മൊത്തമായ ഒരു വിശകലനം നടത്തിയിട്ടില്ലെങ്കിലും BJPയുടെ ഒരു 10,000-15,000 വോട്ട് ഇപ്പോൾ കാണാനില്ല. അപ്പോൾ അതെല്ലായിടത്തും ഈ ഇലക്ഷൻ്റെ പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ അത് സംസാരമായിരുന്നു. അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് പറയാം. ഒറ്റയടിക്ക് അങ്ങനെ വിശദീകരിച്ച് പറയുന്നത് ഉചിതമല്ലല്ലോ, അതല്ലല്ലോ ഒരു രീതി. മണ്ഡലത്തിൻ്റെ ഓരോ ബൂത്തുകളുടെയും ഓരോ പഞ്ചായത്തുകളുടെയും ഒക്കെ സ്ഥിതിഗതികൾ നോക്കിയിട്ട് നമുക്ക് പറയാം. ഇവിടെ 4 പഞ്ചായത്തിൽ UDF ഭരണവും 5ാമത്തെ പഞ്ചായത്തിൽ BJPയും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഭരണമാണ്. അങ്ങനെ 5 പഞ്ചായത്ത് അപ്പുറത്താണ്. 2 പഞ്ചായത്തിലാണ് LDF-ന് വ്യക്തമായ ഭൂരിപക്ഷം ഇവിടെ ഭരിക്കാനുള്ളത്. 8 പഞ്ചായത്തിൽ പാറപ്പൂക്കരയും നെന്മണിക്കലും മാത്രം. വല്ലച്ചിറ പോലും 6 BJP, 6 LDF, 4 UDF ആണ്. 16 എണ്ണത്തിൽ 6 എണ്ണം മാത്രമാണ്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളിവിടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. എല്ലാ രീതിയിലുമുള്ള പ്രതികൂല ഘടകങ്ങൾ ഒരുക്കാൻ ശ്രമിച്ച ആ ഘടകങ്ങളെയൊക്കെ തട്ടി നീക്കി വിജയത്തിലേക്ക് എത്തിച്ചു. വളരെ സന്തോഷമുണ്ട്. നന്ദി. ഏതായാലും വോട്ടർമാരോട്, പ്രവർത്തകരോടൊക്കെ ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ്. KKR നിയമസഭയിൽ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഒരു മികച്ച MLA ആയി തുടരാൻ KKR ഒപ്പമുണ്ടാകും. പുതുക്കാടിൻ്റെ ശബ്ദമാകാൻ KKR ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും വിജയാശംസകൾ. ജില്ലയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി UDF. ചാലക്കുടി മണ്ഡലം നിലനിർത്തിയപ്പോൾ തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ തിരിച്ചുപിടിച്ചാണ് UDF ശക്തി അറിയിച്ചത്. 2016-ലും 2021-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 13-ൽ 12-ലും തോറ്റ UDF ഇത്തവണ ഒരുങ്ങിത്തന്നെയായിരുന്നു. 2021-ൽ ലഭിച്ച ഏക സീറ്റായ ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് വിജയം നിലനിർത്തിയപ്പോൾ തൃശൂർ, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങൾ തിരിച്ചുപിടിച്ചാണ് UDF ശക്തി തെളിയിച്ചത്. തൃശൂരിൽ UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ 26,803 വോട്ടിന്റെ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി. രാജൻ പല്ലൻ 60,290 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ നേടിയത് 33,487 വോട്ടുകൾ. NDAയ്ക്കായി മത്സരിച്ച പത്മജ വേണുഗോപാലിന് ലഭിച്ച വോട്ടുകളാകട്ടെ 28,662 മാത്രം. നാട്ടികയിൽ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി 7,093 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് മണ്ഡലം നിലനിർത്തിയത്. ഗീതാ ഗോപി 58,979 വോട്ടുകൾ നേടിയപ്പോൾ UDFന്റെ സുനിൽ ലാലൂരിന് ലഭിച്ച വോട്ട് 51,886 NDA പാളയത്തിലേക്ക് ചുവടുമാറിയ CC മുകുന്ദൻ 45,216 വോട്ടുകളോടെ 3ാം സ്ഥാനത്തായി. മണലൂരിൽ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ് വെറും 126 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ലഭിച്ച വോട്ട് 65,337. UDF സ്ഥാനാർത്ഥി TN പ്രതാപന് ലഭിച്ച വോട്ട് 65,211. BJPയുടെ KK അനീഷ് കുമാർ നേടിയതാകട്ടെ 38,125 വോട്ടുകളും. രവീന്ദ്രനാഥിന്റെയും പ്രതാപന്റെയും അപരന്മാർ നേടിയ വോട്ടുകൾ ഇവിടെ വിജയപരാജയങ്ങൾക്ക് കാരണമായിട്ടുണ്ടാകാം. ഗുരുവായൂരിൽ LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ ഭൂരിപക്ഷം 1998. ലഭിച്ച വോട്ട് 66,069. UDFന്റെ CH റഷീദിന് ലഭിച്ചത്
64,071 വോട്ടുകൾ. BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ 28,947 വോട്ടുകൾ നേടി 3ാം സ്ഥാനത്തായി. കൊടുങ്ങല്ലൂരിൽ ശക്തനായ VR സുനിൽകുമാറിനെ അട്ടിമറിച്ച് OJ ജനീഷ് മിന്നും വിജയം കരസ്ഥമാക്കി. ഭൂരിപക്ഷം 8,308. OJ ജനീഷ് കുമാറിന് ലഭിച്ച വോട്ട് 65,162. VR സുനിൽകുമാറിന് ലഭിച്ചതാകട്ടെ 56,854. NDAയുടെ വർഗീസ് ജോർജ് നേടിയത് 23,933 വോട്ടുകൾ. കയ്പമംഗലത്ത് LDF സ്ഥാനാർത്ഥി KK വത്സരാജന്റെ ഭൂരിപക്ഷം 9,944. ലഭിച്ച വോട്ട് 65,448. UDFന്റെ TM നാസർ 55,504 വോട്ടുകളോടെ രണ്ടാമതായി. NDA സ്ഥാനാർത്ഥി അതുല്യ ഘോഷിന് ലഭിച്ചതാകട്ടെ 19,688 വോട്ടുകൾ. കുന്നംകുളത്ത് AC മൊയ്തീന്റെ ഭൂരിപക്ഷം 4,563. ലഭിച്ച വോട്ട് 69,522. കോൺഗ്രസിന്റെ PT അജയ് മോഹൻ നേടിയത് 64,959 വോട്ടുകളും. NDAയുടെ KR രജിൻ 17,104 വോട്ടുകൾ മാത്രമാണ് നേടിയത്. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ ഭൂരിപക്ഷം 5,690. ലഭിച്ച വോട്ട് 70,725. UDFന്റെ PN വൈശാഖിന് ലഭിച്ചത് 65,035 വോട്ടുകൾ. NDAയുടെ TS ഉല്ലാസ് ബാബു 25,844 വോട്ടുകളും നേടി. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് 2021 ഭൂരിപക്ഷമായ 1057 ഇത്തവണ 23,156 ഉയർത്തി. സനീഷ് കുമാർ 71,202 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി ബിജു S ചിറയത്തിന് ലഭിച്ച വോട്ട് 48,046. NDA സ്ഥാനാർത്ഥി ചാർലി പോൾ നേടിയതാകട്ടെ 16,030 വോട്ടുകൾ മാത്രം. LDF ശക്തി കേന്ദ്രമായ ചേലക്കരയിൽ UR പ്രദീപ് 29,386 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. ലഭിച്ച വോട്ട് 76,073. UDF സ്വതന്ത്രൻ ശിവദാസിന് ലഭിച്ചതാകട്ടെ 46,687 വോട്ടുകൾ. NDAയുടെ K. ബാലകൃഷ്ണന് ലഭിച്ച വോട്ട് 37,286. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ 10,212 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മന്ത്രി R. ബിന്ദുവിനെ പരാജയപ്പെടുത്തി. ഉണ്ണിയാടന് ലഭിച്ച വോട്ട് 66,282. R. ബിന്ദുവിന് ലഭിച്ച വോട്ടുകൾ 56,070. NDAയുടെ സന്തോഷ് ചെറാക്കുളം നേടിയതാകട്ടെ 27,167 വോട്ടുകളും. ഒല്ലൂരിൽ മന്ത്രി K. രാജൻ 8,884 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ലഭിച്ച വോട്ടുകൾ 69,703. UDFന്റെ ഷാജി കോടങ്കണ്ടത്തിന് ലഭിച്ചത് 60,819 വോട്ടുകൾ. NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസിന് ലഭിച്ചതാകട്ടെ 19,737 വോട്ടുകളും. പുതുക്കാട് KK രാമചന്ദ്രൻ 2,853 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി KM ബാബുരാജിനെ പരാജയപ്പെടുത്തിയത്. KK രാമചന്ദ്രന് ലഭിച്ച വോട്ട് 63,136. KM ബാബുരാജൻ നേടിയതാകട്ടെ 60,283 വോട്ടുകളും. NDA സ്ഥാനാർത്ഥി പരമേശ്വരൻ എന്ന നാഗേഷ് നേടിയത് 28,018 വോട്ടുകളും. ഇലക്ഷൻ ഡെസ്ക് NCTV. പുതുക്കാട് സെന്ററിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ 2 അപകടങ്ങൾ. ഗുഡ്സ് വാൻ സ്കൂട്ടറിൽ തട്ടിയും കാറിൽ ടോറസ് ലോറി ഇടിച്ചുമാണ് അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും വന്ന ഗുഡ്സ് വാൻ പുതുക്കാട് സിഗ്നൽ വിട്ട് മുന്നോട്ട് പോകുന്നതിനിടെ മുന്നിൽ പോവുകയായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ റോഡിൽ തെറിച്ചു വീണയാൾക്ക് കാലിന് സാരമായി പരിക്കേറ്റു. തുടർന്ന് പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സംഭവം. ഇതേസമയം തൊട്ടു പിന്നാലെ മറ്റൊരു അപകടവും ഉണ്ടായി. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറിൻ്റെ വശത്ത് ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോടാലി മാങ്കുറ്റിപ്പാടം പുര ആർട്ട് കെസയിൽ നടന്നുവന്ന 3 ദിവസത്തെ തികല ചിത്രശില്പകലാ ക്യാമ്പ് സമാപിച്ചു. ചിത്രകലാ അധ്യാപിക പ്രിയ ഷിബുവിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ 50ഓളം കുട്ടികൾ പങ്കെടുത്തു. പ്രിന്റിംഗ്, പോട്ടറി, ഇലസ്ട്രേഷൻ, ശില്പനിർമ്മാണം എന്നീ വിഭാഗങ്ങളിലായി നടന്ന പരിശീലന ക്ലാസുകൾക്ക് TG വിമൽ, സുനിൽ സപര്യ, ആനന്ദ് രാമൻ, അഭിനന്ദ് അനിൽകുമാർ, പ്രിയ ഷിബു, നിഷാന്ത്, അഭിനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപനത്തോടനുബന്ധിച്ച് ക്യാമ്പ് അംഗങ്ങൾ വരച്ച ചിത്രങ്ങളുടെയും മെനഞ്ഞെടുത്ത കളിമൺ ശില്പങ്ങളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പള്ളി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. തൃശൂർ ബറ്റാലിയൻ DYSP പ്രശോഭ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
ശിവദാസൻ തുയ്യത്ത് അധ്യക്ഷനായിരുന്നു. സമിതി ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് പെരുവാൻകുഴിയിൽ, മേഖലാ സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ, സമിതി നേതാക്കളായ KC സുരേഷ്, ഡേവിസ് ആർട്ടിസ്റ്റ്, സന്തോഷ് ഇരിങ്ങാലക്കുടക്കാരൻ, സുധീഷ് പാലപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളെയും കൺവെൻഷൻ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് ശിവദാസൻ തുയ്യത്ത്, സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ, ട്രഷറർ ഷിഹാബ് പെരുവാൻകുഴിയിൽ, വൈസ് പ്രസിഡന്റുമാരായി മുഹമ്മദ് കൊമ്പത്തിൽ, ഹംസ കളപ്പാടൻ, KC സുരേഷ്, ദേവദാസ് എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ആർട്ടിസ്റ്റ് ഡേവിസ്, ഷെഫീഖ് പാറയിൽ, സുധി പാലപ്പള്ളി, സന്തോഷ് ഇരിങ്ങാലക്കുടക്കാരൻ, വനിതാ കോർഡിനേറ്റർമാരായി മുഫീന കാരിക്കുളം, KK ശാന്ത എന്നിവരെയും തെരഞ്ഞെടുത്തു. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് നിരവധി സംഘടനകൾ ഇങ്ങനെ രൂപീകൃതമായിട്ടുണ്ട്. അത് രൂപീകൃതമായതുപോലെ തന്നെ അങ്ങനെ ക്ഷയിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വർഷം മുമ്പ് ഞങ്ങൾ ഈ പരിപാടിയുമായിട്ട് ആദ്യത്തെ മീറ്റിംഗ് കൂടിയ സമയത്ത് അല്ലേ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമായിരുന്നു ആനയ്ക്ക് കടന്നു പോകാൻ പറ്റാതെ ട്രെഞ്ച് മുകളിൽ കൂടെ കയറാൻ ചിമ്മിനി ഡാമിൻ്റെ വെള്ളം തൂക്കിലോടെ ഉപയോഗിച്ചാൽ മൃഗങ്ങളിൽ കടന്നു എല്ലാവർക്കും കുടിവെള്ളം. ഒരു ലഹരി മാഫിയയ്ക്കും മനസ്സിലാക്കണം, ഇനി ഞങ്ങൾക്ക് അവിടെ ഈ സംഭവം കൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. മാത്രമേ ഇത് ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിലെ ആന്ത്രോപോളജി പഠന വകുപ്പിൽ 26-27 അധ്യയന വർഷത്തേക്കുള്ള MA ആന്ത്രോപോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0497276638 അല്ലെങ്കിൽ 049727152227 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,715 രൂപ, പവന് 1,09,720 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം. തകർന്നടിഞ്ഞ ഇടത് കോട്ടകൾ, 3 താമര വിരിഞ്ഞു. പുതുക്കാടിനെ നയിക്കാൻ വീണ്ടും KKR. 2853 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി വിജയം. ജില്ലയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി UDF. കൈപ്പിടിച്ച് ചാലക്കുടി, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.